നമസ്കാരം. കൊച്ചി മെട്രോയുടെ 4 സ്റ്റേഷനുകളിലെ വാഹന പാർക്കിംഗ് ഫീസ് വർദ്ധിപ്പിച്ചു. ഏറ്റവും തിരക്കേറിയ തൃപ്പൂണിത്തുറ, വടക്കേക്കോട്ട, MG റോഡ്, ആലുവ മെട്രോ സ്റ്റേഷനുകളിലെ പാർക്കിംഗ് നിരക്കുകളാണ് കൂട്ടിയത്. മെട്രോ യാത്രക്കാർക്ക് കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് 2 മണിക്കൂറിന് 20 രൂപ നൽകണം. നേരത്തെ ഇത് 15 രൂപയായിരുന്നു. അധികമായി വരുന്ന ഓരോ മണിക്കൂറിനും 5 രൂപ വീതം ഈടാക്കും. മെട്രോ യാത്രക്കാരില്ലാത്തവർക്ക് കാറിന് 2 മണിക്കൂറിന് 60 രൂപ നൽകണം. നേരത്തെ 15 രൂപയായിരുന്നു നിരക്ക്. മെട്രോ യാത്രക്കാരുടെ ഇരുചക്ര വാഹനങ്ങൾക്ക് 2 മണിക്കൂറിന് 10 രൂപ നൽകണം. നേരത്തെ 5 രൂപയായിരുന്നു. പറഞ്ഞു വരുന്നത് മെട്രോ പാർക്കിംഗ് അത്ര എളുപ്പമല്ലെന്നാണ്. ചിലവേറും എന്ന സൂചനയാണ്. ഒപ്പം ഇന്നത്തെ ന്യൂസ് ടൈം വാർത്തകളിലേക്കും നമ്മൾ പോകുന്നു. ആദ്യം തലക്കെട്ടുകൾ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ ചൊല്ലി വെള്ളാങ്കല്ലൂരിൽ രാഷ്ട്രീയ വിവാദം. പെൻഷൻ സർക്കാർ നൽകുന്നതാണെന്നും CPMന്റെ വകയല്ലെന്നും ആരോപിച്ച് വെള്ളാങ്കല്ലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. മാള കുഴൂർ തുമ്പരശ്ശേരി ചെരിവുപറമ്പിൽ ശശിയുടെ ഭാര്യ വത്സലയാണ് മരിച്ചത്. വാഹനങ്ങളിൽ അനധികൃത രൂപമാറ്റം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. അനധികൃതമായി ഘടിപ്പിക്കുന്ന ഓരോ ഉപകരണത്തിനും പ്രത്യേകം പിഴ ഈടാക്കണമെന്നും കോടതി നിർദ്ദേശം. വാർത്തകൾ വിശദമായി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ ചൊല്ലി വെള്ളാങ്കല്ലൂരിൽ രാഷ്ട്രീയ വിവാദം. പെൻഷൻ സർക്കാർ നൽകുന്നതാണെന്നും CPMന്റെ വകയല്ലെന്നും ആരോപിച്ച് വെള്ളാങ്കല്ലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്ത്. വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം വയോജനങ്ങളെ CPM പ്രവർത്തകരുടെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് CPMനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാങ്കല്ലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. പെൻഷൻ നൽകുന്നത് സർക്കാരാണെന്നും CPMന്റെ വകയല്ലെന്നും കോൺഗ്രസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നത് LDF വാർഡ് മെമ്പറുടെ നിർദ്ദേശപ്രകാരം വയോജനങ്ങളെ CPM പ്രവർത്തകരുടെ വീടുകളിലേക്ക് വിളിച്ചു വരുത്തിയാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പെൻഷൻ വിതരണം ബാങ്ക് വഴിയാക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം സമരം നടത്തിയ CPM നേതൃത്വം നൽകുന്ന വെള്ളാങ്കല്ലൂർ സർവീസ് സഹകരണ ബാങ്കാണ് വയോജനങ്ങളെ അപമാനിക്കുന്ന നടപടിക്ക് നേതൃത്വം നൽകിയതെന്നും കോൺഗ്രസ് ആരോപിച്ചു. പെൻഷൻ വിതരണത്തെയും സഹകരണ ബാങ്കിനെയും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കണമെന്നാണ് കോൺഗ്രസ് വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടത്. മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. മാള കുഴൂർ തുമ്പരശ്ശേരി ചെരുവുപറമ്പിൽ ശശിയുടെ ഭാര്യ 68 വയസ്സുള്ള വത്സലയാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന ഭർത്താവ് ശശി നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ 10:20 അത്താണി എയർപോർട്ട് റോഡിൽ സുവർണോദ്യാനം ഭാഗത്തായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. സഹോദരന്റെ പേരക്കുട്ടിക്ക് ഓണക്കോടിയുമായി പോകുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. വാഹനങ്ങളിൽ അനധികൃത രൂപമാറ്റം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. അനധികൃതമായി ഘടിപ്പിക്കുന്ന ഓരോ ഉപകരണത്തിനും പ്രത്യേകം പിഴ ഈടാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. റോഡ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രൂപമാറ്റങ്ങൾ അനുവദിക്കാനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വാഹനങ്ങളിലെ അനധികൃത രൂപമാറ്റത്തിനെതിരെ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. അടൂരിൽ പ്രളയ രക്ഷാപ്രവർത്തനത്തിന് പോയ ജീപ്പിൽ വിവിധ തരത്തിലുള്ള രൂപമാറ്റങ്ങൾ നടത്തിയിട്ടും 5000 രൂപ മാത്രം പിഴ ചുമത്തിയതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. വാഹനത്തിൽ 6 അധിക ലൈറ്റുകളാണ് ഘടിപ്പിച്ചിരുന്നത്. ഓരോ രൂപമാറ്റത്തിനും 5000 രൂപ വീതം പിഴ ഈടാക്കേണ്ടതായിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. നിയമപ്രകാരം അനുവദിച്ചിട്ടില്ലാത്ത ഉപകരണങ്ങൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കാൻ കേരള മോട്ടോർ വാഹന ചട്ടത്തിലെ 334-ാം വകുപ്പ് ഉപയോഗിച്ച് ഇളവ് നൽകാനാകില്ലെന്നും ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, S. മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ പരിഗണിക്കുന്ന ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി സെപ്റ്റംബർ 7 മാറ്റി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലീസിന്റെ കൈവശമുള്ള ഗൂർഖ വാഹനം ഉപയോഗിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രക്ഷാപ്രവർത്തനത്തിനായി രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉപയോഗിച്ചതിനെ ചൂണ്ടിക്കാട്ടി വ്ളോഗർമാർ നടത്തിയ തെറ്റായ പ്രചരണത്തെയും കോടതി വിമർശിച്ചു. അതിതീവ്ര പ്രകാശമുള്ള ലൈറ്റുകൾ, റെഡ് ബ്ലൂ സ്ട്രോബ് ലൈറ്റുകൾ, മൾട്ടി കളർ ലൈറ്റുകൾ, വീൽ സ്പേസറുകൾ, അനുവദനീയ പരിധിക്കപ്പുറമുള്ള വീതിയേറിയ ടയറുകൾ തുടങ്ങിയ രൂപമാറ്റങ്ങൾക്കെതിരെ കർശന നടപടി വേണമെന്നും കോടതി നിർദ്ദേശിച്ചു. കാൽനട യാത്രക്കാരടക്കമുള്ള റോഡ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഇത്തരം വാഹനങ്ങൾ ഭീഷണിയാണെന്നും കോടതി വ്യക്തമാക്കി. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുവദിക്കുന്ന ലൈറ്റിംഗ്, ലൈറ്റ് സിഗ്നലിംഗ് ഉപകരണങ്ങളും റെട്രോ റിഫ്ലക്ടറുകളും മാത്രമേ വാഹനങ്ങളിൽ ഘടിപ്പിക്കാവൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മീഡിയ ടൈം, കൊച്ചി.
തൃശൂർ മുതുവറയിൽ ടൂറിസ്റ്റ് ബസ് പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്ക്. കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം കുഞ്ഞിത്തൈ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യബന്ധന ബോട്ടാണ് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പുതുതായി നിർമ്മിച്ച മത്സ്യബന്ധന ബോട്ട് നീറ്റിൽ ഇറക്കിയതിനെ തുടർന്നാണ് കടലിൽ യാത്ര നടത്തിയത്. ആവശ്യമായ രേഖകളില്ലാതെ കടലിൽ ഇറങ്ങിയ ബോട്ടിൽ 50ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ഉടമയിൽ നിന്ന് മാപ്പെഴുതി വാങ്ങിയ ശേഷം ബോട്ട് വിട്ടയച്ചു. MES മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണം സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. പുല്ലൂറ്റ വെളിച്ചം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണസദ്യ കഴിച്ചാണ് MES പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്. കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഓണം സൗഹൃദ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അന്ന് മോഡേൺ ഹോസ്പിറ്റലിൽ ഉള്ള പരിപാടിക്കല്ലേ ഡൊണേഷൻ ക്യാമ്പായിരുന്നു. നമ്മുടെ വിവിധ മേഖലകളിൽ എല്ലാ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് MES എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. മുൻ താലൂക്ക് പ്രസിഡന്റ് കായംകുളം മുഹമ്മദ് അനുസ്മരണം, ജില്ലാ പ്രസിഡന്റ് PK മുഹമ്മദ് ഷമീർ നിർവഹിച്ചു. സലിമറക്കൽ, അബ്ദുൽ നിസാർ, മുസ്താഖ് മൊയ്തീൻ, ബാബു വേടിയിൽ, അയ്യൂബ് കരൂപ്പെടുന്ന, അബ്ദുൽ സലാം, സിയാവുദ്ദീൻ, ബാബു, സുരാജ്, അബ്ദുൽ ഹാജി, കരീം പുല്ലൂറ്റ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തെ ചൊല്ലി വെള്ളാങ്കല്ലൂരിൽ രാഷ്ട്രീയ വിവാദം. പെൻഷൻ സർക്കാർ നൽകുന്നതാണെന്നും CPM-ന്റെ വകയല്ലെന്നും ആരോപിച്ച് വെള്ളാങ്കല്ലൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാറിടിച്ച് വീട്ടമ്മ മരിച്ചു. മാള കുളൂർ തുമ്പരശ്ശേരി ചെരിവുപറമ്പിൽ ശശിയുടെ ഭാര്യ വത്സലയാണ് മരിച്ചത്. വാഹനങ്ങളിൽ അനധികൃത രൂപമാറ്റം നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. അനധികൃതമായി ഘടിപ്പിക്കുന്ന ഓരോ ഉപകരണത്തിനും പ്രത്യേകം പിഴ ഈടാക്കണമെന്നും കോടതി നിർദ്ദേശം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.